ഹലോ മുജത്തീസ്, അസ്സാം വലൈക്കും. റംലാൻ കരീം. എല്ലാവരും നോമ്പാണോ? അപ്പോൾ ദേ ആദ്യത്തെ നോമ്പ് തുറയുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 3:30 ആയപ്പോൾ എണ്ണീറ്റ് വന്നു. ഒരു 1:30 ആയപ്പോൾ നിസ്കരിച്ചിട്ട് കിടന്നിട്ട് 3:30 ആയപ്പോൾ എണ്ണീറ്റ് വന്ന കോലമാണ് എൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഫുഡെന്ന് പറയുന്നത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മക്കൾ പറഞ്ഞ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക. അവർക്ക് പിന്നെ തണുപ്പെന്ന് പറയുന്നത് ഇഷ്ടമാണ്, പക്ഷേ ഏകദേശം പനിയാണ് ഞങ്ങൾക്കെല്ലാം. എൻ്റെ സൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ പിന്നെ സമൂസയും കട്ട്ലേറ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരേ മസാല തന്നെ സമൂസ ലീഫിനകത്ത് വെക്കാം. അതുപോലെ കട്ട്ലേറ്റിന് തന്നെ പിടി കട്ട്ലേറ്റ് ആട്ടോ, സാധാ കട്ട്ലേറ്റ് അല്ല. കട്ട്ലേറ്റ് നമുക്ക് പല ഷേപ്പിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ പിടി കട്ട്ലേറ്റും സമൂസ ആണ് ഉണ്ടാക്കുന്നത്. സമൂസ ലീഫ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ആണ്, സ്വിറ്റ്സിൻ്റെ സമൂസ ലീഫാണ് നല്ല കേട്ടോ, കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ വട്ടമൊക്കെ അത് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്, ട്രയാങ്കിൾ അല്ല, സ്ക്വയർ ഷേപ്പിലാണ് സമൂസ ഉണ്ടാക്കുന്നത്. അതിനുള്ള മസാലകളൊക്കെ ഞാൻ കിഴങ്ങ് കുക്കറിൽ ഇട്ട് 2-3 വിസിലടിച്ച് നമ്മൾ കിഴങ്ങ് വെന്ത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക, കട്ടയില്ലാതെ. അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, സവാള ചെറുതായിട്ട് അരിയുക, അതുപോലെ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചെറുജീരകവും കടുകും വറുത്ത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അത് മൂപ്പിച്ചിട്ട് സവാളയും നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ നല്ലപോലെ ഒന്ന് വാടുക. ഒരുമാതിരി ഒരു ബ്രൗണിഷ് കളർ എന്ന് പറയും, വാടിയിട്ട് ഒത്തിരി വാടണ്ട കേട്ടോ. വാടിയിട്ട് കിഴങ്ങും കൂടെ അതിയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മസാലകൾ ഇടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും, പിന്നെ വേണമെങ്കിൽ ചിക്കൻ മസാല ഇട്ടു. വെജിറ്റബിളാണിത്, വെജിറ്റബിൾ സമൂസ ആണ്. ചിക്കൻ മസാല വേണമെങ്കിൽ ഇട്ടു, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഇട്ട് നമ്മൾ മസാല വരട്ടി നമ്മുടെ മസാല റെഡിയായി. പിന്നെ നമ്മുടെ സമൂസ ലീഫിനകത്തും അതുപോലെ നമ്മുടെ കട്ട്ലേറ്റിനകത്തും വെച്ചാൽ മതി. കട്ട്ലേറ്റിനകത്ത് നമ്മൾ ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്ത് മിക്സിയിട്ട് പൊടിച്ചെടുത്തു. അതുപോലെ ഒരു 3 മുട്ട ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഉപ്പിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ആയി. അതോടൊപ്പം നമുക്കിന്ന് ടാങ്ക് വെള്ളമാണ്, ടാങ്കും അതുപോലെ നാരങ്ങ വെള്ളവും. ഇവിടെ ടാങ്ക് വെള്ളവും നാരങ്ങ വെള്ളവും മസ്റ്റ്. ജ്യൂസൊന്നും ആരും കുടിക്കാറില്ല. പിന്നെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷെ അതും ഇച്ചിരി കുടിക്കും, അങ്ങ് മടിക്കും. എനിക്കും ഈ വെള്ളമാണ് ഇഷ്ടം. അതുപോലെ ജ്യൂസൊന്നും അങ്ങനെ ഇഷ്ടമേ അല്ല. കുടിക്കും, പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാനാ ദാഹം, പഴദാഹം എന്നൊക്കെ പറയില്ലേ, ഫുഡ് കഴിക്കാനും തോന്നത്തില്ല. അതുകൊണ്ട് ഈ എണ്ണപ്പലഹാരം കഴിക്കാനും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കണ്ടില്ലേ, നമ്മുടെ സമൂസ, കട്ട്ലേറ്റ്, പഴം, തണ്ണിമത്തങ്ങ, ഈത്തപ്പഴം, പിന്നെ നാരങ്ങ വെള്ളം, അതുപോലെ ടാങ്ക് വെള്ളം, പള്ളിയിലെ കഞ്ഞി നല്ല കേട്ടോ, എനിക്കിഷ്ടമായിട്ടോ ഞങ്ങളുടെ അടുത്ത് പള്ളിയിലെ കഞ്ഞി. അപ്പോൾ ഇതൊക്കെയാണ്. അതുപോലെ ചായ ഉണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ ചായ, വേറെ ആരും ചായ കുടിക്കാറില്ല. ഇത്രയൊക്കെ ഉണ്ടല്ലോ, പക്ഷേ എനിക്ക് ഇച്ചിരി ചായ കുടിക്കണം കേട്ടോ. പിന്നെ രാത്രി നമ്മുടെ ചപ്പാത്തി ആണ്. രാത്രി ഞാൻ ഒന്നും കഴിച്ചില്ല, കാരണം ഇത്ര തന്നെ ധാരാളം വയറ് നിറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും. പിന്നെ കഞ്ഞിയും കൂടെ രാത്രി ഒന്നും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ അത് അത്രേ ഉള്ളൂ ഫുഡ്. വേറൊന്നും കഴിക്കാൻ തോന്നത്തില്ല, കഴിക്കാൻ വയ്യ, വെറുതെ എന്തിനും ഉണ്ടായിക്കളയുന്നല്ലേ. അപ്പം മക്കൾക്ക് ചോദിച്ചപ്പോൾ അതും പറഞ്ഞു ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കുകയാണെന്ന്. അങ്ങനെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്ന്. എന്നെ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ, എല്ലാവരും ഉണ്ടായി. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെയും വന്നതേ അവിടെ ഫുഡ് ഇരുന്ന് അതും ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.